ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിക്ക് ജോലി കിട്ടുകയാണ് കേട്ടോ. വളരെ സന്തോഷത്തിലാണ് നിധിയെ. അപ്പോൾ നിധിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് 20,000 രൂപയെ സാലറി ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, അത്രയും രൂപയുടെ സാലറിക്കൊക്കെ ജോലിക്ക് പോകുന്നത് കഷ്ടമാണ്. ഒരു 10-15 ലക്ഷം രൂപയൊക്കെ മുടക്കി പഠിച്ചിട്ട് 20,000 രൂപ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഞാനതിൻ്റെ ഡബിൾ സമ്പാദിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിധിയെ ചൊടിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നിധിക്കും ദേഷ്യം വരികയാണേ. നിധി പറയുന്നുണ്ട്, ഒരു സ്റ്റാർട്ടിങ് സാലറി അല്ലേ, അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഞാനൊരു ഫ്രഷറല്ലേ, പിന്നെ എന്നെപ്പോലെ ഒരാൾക്ക് ഇത് ഇത്രയും തന്നെ കിട്ടുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞ് നിധി ആകെ അങ്ങ് ഡള്ളാകുമ്പോൾ പെട്ടെന്ന് സുധീഷ് വിഷയം അങ്ങ് മാറ്റുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നിധിയുടെ ആ ഒരു ടാലൻറ്റും ഗോൾഡ് മെഡലൊക്കെ കിട്ടിയതല്ലേ, അപ്പോൾ നിധിക്ക് കുറച്ചും കൂടെ ഹൈ ലെവലിലുള്ള സാലറിയൊക്കെ കിട്ടണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു വിഷയം അങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ജോലി കിട്ടിയ സന്തോഷത്തിൽ നേരെ നിധിയാണെങ്കിൽ സ്വീറ്റ്സൊക്കെ വാങ്ങി നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ അടുക്കിലേക്കായിരിക്കും കേട്ടോ പോകുന്നത്. അങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ വർക്ക് സൈറ്റിലേക്ക് പോകുകയാണേ. അവിടെ ചെന്ന് സന്തോഷ വാർത്ത ചൂടാറുന്നതിന് മുൻപ് സുഭാഷ് ചേട്ടനെ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ നമ്മുടെ സുഭാഷ് ചേട്ടന്. ആ സമയത്ത് നമ്മുടെ ഭായിയും അതുപോലെ തന്നെ ഭായിയുടെ ആ ഒരു സഹോദരി അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഭായിക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് വന്നതായിരിക്കുമേ. അങ്ങനെ നിധീനെയും സുധീഷിനെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ സുധീഷ് സുഭാഷിൻ്റെ അനിയനാണെന്നും നിധി വൈഫാണെന്നും ഒക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അനിയൻ വിവാഹം കഴിച്ചു, ഏട്ടനെന്താ വിവാഹം കഴിക്കാത്തതെന്ന്. അപ്പോൾ ഭായി പറയുന്നുണ്ട്, ഏട്ടൻ്റെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു നാണത്തോടുകൂടി സുഭാഷിനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയെ. അങ്ങനെ പിന്നീട് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ വെച്ച് തന്നെ ഷെയറൊക്കെ ചെയ്ത് സുഭാഷ് കൊണ്ടുവന്ന ഭക്ഷണം അതുപോലെ തന്നെ ആ പെൺകുട്ടി കൊണ്ടുവന്ന ഭക്ഷണം ഒക്കെ മാറി മാറി ഷെയറൊക്കെ ചെയ്ത് ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ നിധിയാണെങ്കിൽ നികേഷിനെയും കൂട്ടി ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണേ. അപ്പോൾ നമ്മുടെ ഏട്ടനെയും അനിയന്മാരെയും ഒന്നും മറന്നിട്ടില്ല കേട്ടോ. സുഭാഷ് ഏട്ടനും അതുപോലെ തന്നെ നികേഷിനും ഒക്കെ ഡ്രസ്സ് വാങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് സുഭാഷ് ഡ്രസ്സിൻ്റെ വില കാണുമ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്ര വില കൂടിയ ഡ്രസ്സോ, 1,200 രൂപയോ, ഈ രൂപയ്ക്ക് ഞാൻ 2-3 ഷർട്ട് വാങ്ങുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇത് ബ്രാൻഡഡ് ഷർട്ടായിട്ടാണ്, നമ്മളൊന്നും ഇട്ടിട്ടില്ലാത്ത സൈസാണ്, സൂപ്പർ ഷർട്ടാണ്, അതൊന്നും ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നിധിയും പറയുന്നുണ്ട്, എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു, പിന്നെ ബ്രാൻഡഡും ഒക്കെ ഇടണമല്ലോ, നമ്മൾ സാധാ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ, വല്ലപ്പോഴും ഇതൊക്കെ ഇടണ്ടേ, അതുകൊണ്ട് ഞാൻ ക്യാഷൊന്നും നോക്കിയില്ല, എല്ലാവർക്കും നല്ലത് നോക്കിയാൽ വാങ്ങിച്ച് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകാണേ. അങ്ങനെ അച്ഛനെയും മറന്നിട്ടില്ല കേട്ടോ. പുള്ളിക്കാരനും ഒരു ഷർട്ടും മുണ്ടും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരനും ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ അത് പുറത്ത് പ്രകടിപ്പിക്കില്ലല്ലോ. അങ്ങനെ ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷിന് മാത്രം ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, ഹരീഷിനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സുധീഷ് ഓർക്കും, ഇതെന്താ എനിക്ക് മാത്രം വാങ്ങി തരാത്ത, ഇനി എന്നെ മറന്നതാണോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ നിധിയാണെങ്കിൽ ഒരു ഷർട്ട് എടുത്തുകൊണ്ട് വന്നത്. അത് കാണുമ്പോൾ സുധീഷിന് ഒരുപാട് സന്തോഷമാകാണേ. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, ഞാനോർത്തു എന്നെ മറന്നെന്ന്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കളറ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണല്ലോ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, എന്തായാലും കൊള്ളാട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ, ഞാൻ നികേഷാ ഈ കളർ സെലക്ട് ചെയ്തത്, നല്ലത് തോന്നി, അതാ ഞാനും പിന്നെ വാങ്ങിച്ച് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകാണ്. അപ്പോൾ നികേഷ് പറഞ്ഞിട്ട് നാളെ തന്നെ ഇത് കോളേജിൽ ഇട്ടുകൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയണം, വേണ്ട നാളെയൊന്നും ഇട്ടുകൊണ്ട് പോകണ്ട, ഇനിയിപ്പോൾ ദീപാവലിയൊക്കെ അല്ലേ പറഞ്ഞത്, ആ സമയത്തിടാം, ഇതെടുത്ത് വെച്ചിട്ട് നല്ല ഷർട്ടല്ലേ എന്ന് പറയുമ്പോൾ, ആഹാ ദീപാവലിക്ക് ഏട്ടൻ വാങ്ങിച്ചു തരുമല്ലോ, അത് മതി, ഇപ്പം വാങ്ങിച്ചു തരാതിരിക്കാനുള്ള പരിപാടിയാണോ, അപ്പം മര്യാദയ്ക്ക് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നണം, ഇത് നാളെ എന്തായാലും ഞാൻ ഇട്ടുകൊണ്ട് പോകും. അപ്പോൾ നിധിയും പറയുന്നുണ്ട്, എടാ എനിക്കിനി മുതൽ സാലറി കിട്ടാൻ തുടങ്ങിയില്ലേ, ഇനി മുതൽ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു തരാം, നീ നാളെ ഇട്ടുകൊണ്ട് പോയിക്കോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഇതിനൊക്കെ മോഡലിൽ നിൻ്റെ ക്യാഷ് ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ, അന്ന് സ്വർണം വിറ്റ ക്യാഷ് കുറച്ച് ബാലൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, അപ്പോൾ ഇനി ജോലിക്കൊക്കെ പോകുമ്പോൾ ഡെയിലി ഒരുപാട് ഡ്രസ്സൊക്കെ വേണ്ടേ, അതാണ് ഞാൻ വാങ്ങിച്ച് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഏതായാലും പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന നിധിയാണ് കേട്ടോ. ആ സമയത്ത് നിധിക്കാണെങ്കിൽ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ, പിന്നെ പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട് നികേഷ്. അങ്ങനെ വളരെ ആഘോഷമാക്കി തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ നിധിയെ എല്ലാവരും യാത്ര അയക്കുന്നത്. സുധീഷ് ആണെങ്കിൽ നിധി ഓഫീസിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് വരണ്ടാന്നും പിന്നെ ഞാൻ തന്നെ ബസ്സിന് പോയിക്കോളാം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ സുധീഷ് അതൊട്ടും സമ്മതിക്കണില്ല, അംഗീകരിക്കുന്നില്ല. എങ്കിലും നിധി സമ്മതിക്കുന്നില്ല കേട്ടോ. നിധി ബസ്സിന് തന്നെ വരുള്ളൂ സ്റ്റാൻഡിൽ നിന്ന്, പിന്നെ നികേഷും ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ഞാൻ ബസ്സിന് പറഞ്ഞുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ നിവൃത്തിയില്ലാത്ത സുധീഷ് അത് സമ്മതിക്കുകയാണേ. തിരികെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ സുധീഷ് ആണെങ്കിൽ
ഹരീഷിനോട് ഒരു സ്കൂട്ടി വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കേട്ടോ. അപ്പോൾ 1,50,000 രൂപ എടുത്താകും പുതിയതെന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, അത്രയും രൂപയൊക്കെ നിൻ്റെ എടുക്കാനുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ, നല്ല വണ്ടികൾ ഇവൻ്റെ അടുക്ക് വരുമായിരിക്കുമല്ലോ, ഒരുപാട് പഴക്കമൊന്നും ഇല്ലാത്ത, ഒരുപാട് ഉപയോഗിച്ചിട്ടില്ലാത്ത, അങ്ങനെ ഇതിൽ സെക്കൻഡ് വണ്ടി എടുക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ നിധിക്ക് സെക്കൻഡ് വണ്ടിയൊക്കെ എങ്ങനെയാണ് ഏട്ടാ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതുപോലത്തെ വണ്ടിയല്ലേ ഇവനും ഉപയോഗിക്കുന്നത്, ഒത്തിരി പഴക്കമുള്ളതോ പോയതോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്, കണ്ടാൽ പുതിയതായിട്ട് തോന്നിക്കുന്ന നല്ല വണ്ടികൾ, ഒരുപാട് പഴക്കമില്ലാത്ത അങ്ങനത്തെ വണ്ടികൾ വരുമ്പോഴത്തേനും വാങ്ങിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ 1,00,000 രൂപ നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നീട് ആ ഒരു ചർച്ച നടക്കാൻ കേട്ടോ. അങ്ങനെ പിന്നീട് സുധീഷ് പറയുന്നുണ്ട്, അവൾ ബസ്സിന് ഇങ്ങനെ തനിയെ യാത്രയൊക്കെ ചെയ്ത് ഇടിയൊക്കെ കൊണ്ടുപോകുന്നതാണ് ഒരു വിഷമം, അതുകൊണ്ട് ഒരു സ്കൂട്ടി വാങ്ങിക്കണം എന്തായാലും, എന്തായാലും കുറച്ച് കഴിയട്ടെ അല്ലേ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷും അങ്ങനെ പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് സുഭാഷ് നമ്മുടെ വീട്ടിൽ ഒരു ബാത്റൂം പണിയാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ തന്നെ വർക്ക് സൈറ്റിലുള്ള ഭായിനെയും കൂട്ടുകാരെയൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ തറക്കല്ലിടുന്ന സമയത്തായിരിക്കും സുനന്ദയുടെ അച്ഛൻ വന്ന് വിഷയം ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ നല്ല വർത്താനം പറയുന്നുണ്ട് കേട്ടോ. സുനന്ദയുടെ വീട്ടിലേക്ക് പോകുമെന്നും വീട്ടുകാരെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി സുനന്ദ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരുന്നു, അതിനുള്ള അടവുകളൊക്കെ അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നീ കൂടുതലും വേണമെച്ചാൽ ഞാൻ അതൊക്കെ അങ്ങ് എടുത്ത് പ്രയോഗിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭാസ്കരൻ്റെ ഭീഷണിക്ക് മുൻപിൽ ഒന്നും മിണ്ടാനാവാതെ പേടിച്ച് വിറച്ച് സുനന്ദയുടെ അച്ഛൻ വന്ന വഴി തന്നെ ഓടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ബാത്റൂമൊക്കെ സെറ്റ് ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ആണെങ്കിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന കുറച്ച് പൈസയൊക്കെ ബാത്റൂം പണിയാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഈ പൈസ ഞാൻ തന്നാണെന്ന് നിധിയുള്ളപ്പോൾ ഒന്ന് എടുത്ത് പറഞ്ഞിരിക്കും കേട്ടോ, കുറച്ചൊരു ഇതാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് കുറച്ച് ക്യാഷൊക്കെ കൊടുത്തിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധി വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിട്ടാണ് ഇത്, എന്ത് പണിയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ബാത്റൂം പണിയാനാണ് മോളും എത്ര നാളെന്ന് പറഞ്ഞിട്ടുണ്ടാ ഇങ്ങനെ ഈ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ബാത്റൂമൊക്കെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ബാത്റൂം അങ്ങ് പണിതേക്കാമെന്ന് ചോദിച്ചു. ഇതെന്താ പെട്ടെന്ന് ആരും ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ, പെട്ടെന്ന് തീരുമാനിച്ച മോളെ 2-3 ദിവസത്തേക്ക് ഇനി ഞങ്ങൾക്ക് സൈറ്റിൽ പണിയില്ല, അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലെ പണി അങ്ങ് തീർത്തേക്കാമെന്ന് ചോദിച്ചു എന്നൊക്കെ പറയാനുണ്ടോ. അങ്ങനെ നിധി പണിക്കാർക്കൊക്കെ ചായയൊക്കെ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കോഫിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത്, അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ നികേഷിൻ്റെ അമ്മേനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് കേട്ടോ നമ്മുടെ നിധി. അപ്പോൾ ആ അമ്മയ്ക്ക് അറിയില്ല നിധി ഇങ്ങനെ അവരെ കൂട്ടിയിടിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് അത് നികേഷിൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ ചികഞ്ഞ് ചെല്ലുന്ന നിധീനെയൊക്കെ ആയിരിക്കും കേട്ടോ കാണിക്കുന്നത്. അതായത് ഭാസ്കരനോട് നികേഷിൻ്റെ അമ്മേനെക്കുറിച്ച് രാത്രിയിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പുള്ളി അവർ ജീവനോടുണ്ടോ പോലും എനിക്കറിയില്ല, പിന്നെ അവരെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുക, നീ നിൻ്റെ കാര്യം നോക്കുവേണേ, നീ നിൻ്റെ കാര്യം നോക്കിയാൽ പോലെ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, ഞാനിന്ന് അവരെ നേരിട്ട് കണ്ടു, അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, എന്താണ് അവരിവിടുന്ന് പോയതിൻ്റെ കാരണങ്ങൾ, നികേഷിൻ്റെ ഒക്കെ കാര്യങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താ, എനിക്കത് അറിഞ്ഞേ തീരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാസ്കരനാണെങ്കിൽ ഒന്നുമില്ല, മര്യാദയ്ക്ക് നീ നിൻ്റെ കാര്യം നോക്കി പോകാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ എണീറ്റ് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന നിധിയാണെങ്കിൽ ഞാൻ പിടിച്ചോളാം, എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞാനിനി അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയും അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഭാസ്കരൻ നിധിയെ കാണുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുമോ എന്നുള്ള പേടിയിൽ ഭാസ്കരൻ നിധിയിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സുധീഷ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇന്ന് വലിയ കാര്യത്തിൽ ഞാനൊരു ഡിസൈനൊക്കെ വരച്ച് കൊടുത്താണ്, പക്ഷെ അത് മാനേജർക്ക് ഇഷ്ടമായില്ല, ഇങ്ങനെയാണോ വരയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചു. വഴക്ക് പറഞ്ഞു അതെന്തിനാ വഴക്ക് പറഞ്ഞത്, ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തതല്ലേ, അതിന് ഇത്ര വഴക്ക് പറയാൻ എന്തിരിക്കുന്നു, അല്ല വഴക്കായിട്ടല്ല, പുള്ളി എന്താ ഇനി കറപ്ഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു കാര്യം ഒരു ഇതായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അതെനിക്ക് ഫീൽ ചെയ്തു അത്രേ ഉള്ളൂ എന്ന് പറയുകയാണേ. എന്നാലും വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ, അതെ എനിക്ക് കുഴപ്പമില്ല, പിന്നെ നിനക്കെന്താ ഇത്ര പ്രശ്നം, അതെ വഴക്ക് പറഞ്ഞൊന്നുമല്ല, കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തതിൽ കുറച്ച് തെറ്റുണ്ടായിരുന്നു, അത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ എന്നെ ആരും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിധിയാണെങ്കിൽ സുധീഷിനോട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എണീറ്റ് പോകുകയാണ് കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും നമ്മുടെ നിധിയാണെങ്കിൽ രാവിലെ റെഡിയായി. അപ്പോൾ ഭക്ഷണമൊക്കെ സുഭാഷ് ചേട്ടൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നികേഷിൻ്റെ ഭക്ഷണം ഒക്കെ കൂടി നിധിയും കൂടെ ചേർന്ന് വിളമ്പി ബോക്സിലൊക്കെ ആക്കിയിട്ട് അവർ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നികേഷിനോട് പറയുന്നുണ്ട്, എടാ വാടാ സമയം പോകുന്നു എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയാണ്, സാധാരണ പെൺകുട്ടികൾക്കാണ് ഒരുങ്ങാനൊക്കെ താമസം, ഇത് മോളൊരുങ്ങി വന്നിട്ടും അവൻ്റെ ഒരുക്കം കഴിഞ്ഞില്ല, എടാ നികേഷ് ഇറങ്ങി വാടാ എന്നൊക്കെ പറയാനുണ്ടോ. അങ്ങനെ ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, താമസിക്കണ്ട,
ഞാൻ കൊണ്ടുവിടട്ടെ, ഞാനിവിടെ ചുമ്മാ ഇരിക്കില്ല, ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ബസ്സിന് പോയിക്കണം. സാരമില്ല, അതെ ഒരു സാരമില്ല, എൻ്റെ കൂടെ നികേഷ് ഉണ്ടല്ലോ, പിന്നെ അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ വാ, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ. ഞാനിവിടെ വന്നത് തന്നെ എന്തിനാ, തനിയെ ജോലിക്ക് പോകണം, എന്താ ഇൻഡിപെൻഡൻ്റ് ആവണം, അതിനൊക്കെ വേണ്ടിയിട്ടില്ലേ, അപ്പോൾ ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സുഭാഷും പറയുന്നുണ്ട്, നിധി പറഞ്ഞത് ശരിയല്ലേ, നിധിക്ക് എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യണം, തനിയെ തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഉയർന്നു വരണമെന്നല്ലേ അവളുടെ ചിന്താഗതി, അപ്പോൾ പിന്നെ അവൾ തനിയെ പോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുകയാണേ. ഈ സമയത്ത് സുധീഷ് വന്നിട്ട് സുഭാഷ് ചേട്ടനോട് പറഞ്ഞിട്ട് എന്തായിട്ടായത്, മര്യാദയ്ക്ക് അവൾ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടാൽ പോരെ, ആകെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന സമയം വണ്ടിയിൽ കൂടെ പോകുമ്പോഴാണ്, അതുകൊണ്ടല്ലേ ഇനി മുതൽ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ പറഞ്ഞിടാനായിട്ട് ശ്രമിക്കണം കേട്ടോ, അതിനുവേണ്ടി ഏട്ടൻ പരിശ്രമിക്കണം കേട്ടോ, ഇങ്ങനെ ചുമ്മാ തിരുന്നാൽ പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് അങ്ങനെ പോകുക കേട്ടോ. അങ്ങനെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരിക്കും കേട്ടോ. ഒരു ഓഫീസ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ എന്നൊരു മട്ടിലല്ലായിരിക്കും, എല്ലാവരും നല്ല ഫ്രണ്ട്സ് എന്നൊരു രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ. അവിടെ എല്ലാവരും നല്ല രീതിയിൽ കാഷ്വലായിട്ട് ഒക്കെ ആയിരിക്കും ഇടപഴകുന്നതും. അങ്ങനെ ഇരിക്കുന്ന ഒരു മാനേജർ മാത്രമുണ്ട് കേട്ടോ അവിടെ, ഒരു ചൂടൻ. അപ്പോൾ അതിൻ്റെ മേളിലായിരിക്കും നമ്മുടെ ബോസും. അപ്പോൾ ഈ മാനേജർ ആണെങ്കിൽ കുറച്ച് ചിട്ടവട്ടകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണേ. അപ്പോൾ അന്നേ ദിവസം ഇയാൾക്ക് നോയമ്പായിരുന്നു കേട്ടോ, അതായത് ഇറച്ചി മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൂട്ടില്ല. ഈ സമയത്തായിരിക്കും ഒരു സ്റ്റാഫാണെങ്കിൽ ഇന്ന് ചിക്കനാണെന്ന് പറഞ്ഞാൽ ചിക്കൻ കൊടുക്കുമ്പോൾ എന്താണ് ഈ കാണിച്ചത്, നിനക്കറിയില്ല ഇന്ന് വെള്ളിയാഴ്ച, ഞാൻ നോയമ്പെടുത്തിരിക്കാതെ നിനക്കറിയില്ല, പിന്നെ എന്തിനാണ് നോൺ വെജിൻ്റെ പാത്രത്തിലേക്ക് കൊണ്ടിട്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാഫിനെ കണ്ട മനഃശകാരിക്കാൻ കേട്ടോ ഉച്ചത്തിൽ. ഈ സമയത്ത് സുധീഷാണെങ്കിൽ നമ്മുടെ നിധിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിധിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ ലഞ്ച് ബ്രേക്കാണോ. ആ സമയത്ത് വിളിച്ച് ലഞ്ച് ബ്രേക്കാണോ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ നമ്മുടെ ഈ ബഹളം നടക്കുന്നത്. അപ്പോൾ സുധീഷിനോട് പെട്ടെന്ന് പറയുന്നുണ്ട്, അതെ ഞാനിപ്പോൾ വിളിക്കാവേ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ നിധി. ആ സമയത്ത് പെട്ടെന്ന് സുധീഷ് ഓർക്കും നമ്മുടെ നിധിയോടാണ് മാനേജർ ചൂടാവുന്നത്, നിധിക്ക് എന്തോ സംഭവിച്ചു, നിധിയുടെ ശകാരിക്കാണ്, നിധിയോടാണ് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ആലോചിച്ച് സുധീഷോട് കിടന്ന് തുള്ളിച്ചാടുകയാണേ. അങ്ങനെ പിന്നെയും നിധിയെ ട്രൈ ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബോസ് വന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്, അത് വലിയ കാര്യമാക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് മാന്യമായിട്ട് പെരുമാറണം, പിന്നെ BP കയറ്റണ്ട, സൗമ്യമായിട്ട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം അവിടെ വെച്ച് സോൾവ് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷാണെങ്കിൽ പിന്നെയും നിധി വിളിച്ചുകൊണ്ടിരിക്കുക, നിധിയാണെങ്കിൽ അത് കാണാത്ത മട്ടിലിരിക്കുകയാണ്, അത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സുധീഷ് പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. ഓഫീസിലേക്ക് വന്നിട്ട് നിധി എന്തിവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നിധി തിരിഞ്ഞ് നോക്കുമ്പോൾ സുധീഷ് ഓഫീസിലെത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എല്ലാവരോടുമായിട്ട് നിധിയോട് ചോദിക്കുകയാണ്, ആരാ നിന്നെ വഴക്ക് പറഞ്ഞത്, ഞാൻ കേട്ടു, ഫോൺ വിളിച്ചപ്പോൾ ഞാൻ കേട്ടു, നിന്നെ ആരാ ശകാരിച്ചത്, ഇന്നലെയും നിന്നെ വഴക്ക് പറഞ്ഞു, ഇന്നും നിന്നെ വഴക്ക് പറയാം അല്ലേ, നീ വന്നതല്ലേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ അരച്ച് കലക്കി കുടിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ ഇത്ര ദേഷ്യവും ചൂടും ഒക്കെ ആർക്കാ ഇവിടെ, ആരാ നിന്നെ വേദനിപ്പിക്കുന്നത്, പറ, അവനെ എനിക്ക് കാണിച്ചത് ഇവനാണോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും എന്താ നിധി ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് മാനേജർ പറഞ്ഞത്. എന്തിനാ നിങ്ങൾ ഒച്ച വയ്ക്കുന്നത്, ഇവനാണോ നിന്നോട് ചൂടായത്, ഇവനാണോ നിന്നോട് ദേഷ്യപ്പെട്ടത്, ഇവനാരാ നിന്നോട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട്, വർക്കേഴ്സിനോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷാണെങ്കിൽ അങ്ങ് അലറി വിളിക്കുകയാണേ. ഈ സമയത്ത് നിധി പറഞ്ഞത്, അയ്യോ അത് എന്നോട് ചൂടായതല്ല, അത് വേറൊരു സ്റ്റാഫിനോടാണ്, നീ വിളിച്ചപ്പോൾ അങ്ങനെ കേട്ടതാ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഒക്കുന്നില്ല കേട്ടോ നമ്മുടെ സുധീഷിനെ. പെട്ടെന്ന് എൻ്റെ ബോസ് വന്നിട്ട്, എന്താ നിധി ഇത്, എന്താ പ്രശ്നം, ഇതാരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിൻ്റെ റിലേറ്റീവാണ്, ഞാനിപ്പോൾ പറഞ്ഞു വിടാം പ്ലീസ് സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. എന്നിട്ട് സുധീഷിനെ വഴക്ക് പറയാണ്. എന്നിട്ട് സുധീഷിനോട് പറയുന്നുണ്ട്, അത് എന്നോട് പറഞ്ഞതല്ല, മാനേജർ വേറൊരു സ്റ്റാഫിനോട് പറഞ്ഞാണ്, തെറ്റിദ്ധരിച്ചിട്ട് ഇവിടെ വന്ന് കിടന്ന് അലമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിധിയാണെങ്കിൽ ആകെ ചൂടാക്കാൻ കേട്ടോ. അങ്ങനെ തിരികെ വീട്ടിലെത്തുകയാണ് കേട്ടോ നിധിയും, അതുപോലെ തന്നെ പിന്നെ നികേഷും കാണും. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് സുഭാഷ് ചേട്ടൻ. ആ സമയത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുന്ന സമയത്തായിരിക്കും
സമയത്തായിരിക്കും സുധീഷ് വീട്ടിലേക്ക് വരുന്നത്. സുധീഷ് വന്നിട്ടുടനെ ആഹാ എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ്, എല്ലാവരും കിടുകിട വിറച്ച് കാണുമല്ലോ അല്ലേ, ഇപ്പം എല്ലാവരുടെയും പത്തി മടങ്ങി കാണുമല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ നിധി കാലി ഇളകിയ രൂപത്തോടുകൂടി നിധി അങ്ങ് എണീറ്റ് വരികയാണ്. അങ്ങനെ നിധി തൻ്റെ വായി തോന്നിയത് എല്ലാം വിളിച്ചു പറയാനായിട്ട് എന്നിട്ട് ചോദിക്കുന്നത്, നീ ആരാ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ, നീ എന്തിനാ ഓഫീസിലേക്ക് വന്നത്, മറ്റുള്ളവരോട് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ എന്തിനെൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, അവരെന്നെ പറഞ്ഞു വിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് നിധി ആകെ അങ്ങ് ചൂടാകാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ സുഭാഷ് ചേട്ടനും അതുപോലെ തന്നെ ഹരീഷും ഒക്കെ കാര്യങ്ങൾ എന്നാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളപ്പോൾ പറയാണ്. ആ സമയത്തപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ സുധീഷിനെ കുറ്റം പറയാണ്. കാരണം സുധീഷ് ചെയ്തത് എന്തായാലും തെറ്റാണ്. ഒരു ഓഫീസിൽ ചെന്ന് അങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയില്ലല്ലോ, സാധിക്കില്ലല്ലോ, അതൊക്കെ മോശമല്ലേ. അപ്പം എല്ലാവരും എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ കുട്ടികളെ പോലെ വഴക്ക് പറയിക്കാൻ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിച്ച് നിധി കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിധി ഇങ്ങനെ പറയാണ്. അപ്പോൾ എല്ലാവർക്കും ആകെ സങ്കടമാകാനുണ്ട്. എല്ലാവരും സുധീഷിനെ കുറ്റം പറയണം. സുധീഷിനോട് നീ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഹരീഷും ഇവനല്ലെങ്കിലും ഒരു വെളിവും വെള്ളിയാഴ്ച ഒന്നുമില്ല, ഇവൻ അങ്ങനല്ലേ എപ്പോഴും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹരീഷിനോടും ഒക്കെ ആയിട്ട് വഴക്കും ഉണ്ടാക്കിയിട്ട് പിന്നെ നിധി പറഞ്ഞത് കേട്ട് ആകെ സങ്കടപ്പെട്ടിട്ട് നമ്മുടെ സുധീഷാണെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങനെ രാത്രിയിൽ ഇറങ്ങിപ്പോകാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും ഇതുവരെയായിട്ട് എത്തിയില്ലല്ലോ, എവിടെയാ സുധീഷ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, കണ്ടില്ലല്ലോ, അവനെ ഇന്നലെ ഇറങ്ങിപ്പോയതല്ലേ, ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറയുമ്പോൾ വേണ്ടേട്ടാ ഞാൻ വിളിക്കാം, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, ഞാൻ വിളിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് നിധി താൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ അടുത്തുണ്ട്, വീട്ടിലേക്ക് വരാൻ സമയമില്ല, ഇന്നലെ എന്താ വരാൻ, അത് പിന്നെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, ഓട്ടം കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് വാ എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സുധീഷാണെങ്കിൽ നിധിയുടെ അടുക്കിലേക്ക് പോകാൻ വേണ്ടി നിധി ഏതായാലും വിളിച്ചതല്ലേ, വീട്ടിലേക്ക് തിരിച്ച് പോയേക്കാമെന്ന് കരുതിയിട്ട് സുധീഷ് പോകാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ ഒന്നും ഉണ്ടായിരിക്കില്ല, ആ ഒരു ദേഷ്യത്തിന് വീട്ട് ഇറങ്ങിയതായിരിക്കും കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓരത്ത് ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ അന്നേ ദിവസം അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുമായിരിക്കും കേട്ടോ. അങ്ങനെ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മുടെ സുധീഷ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറി കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴായിരിക്കും റോങ് സൈഡിൽ കൂടെയാണ് ഒരു ബൈക്ക് കയറി വരികയാണ്. അങ്ങനെ പെട്ടെന്ന് സുധീഷിൻ്റെ വണ്ടിയിലേക്ക് തട്ടുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ മറിഞ്ഞു വീഴുകയും കാലും കൈയും ദേഹമൊക്കെ വരെയൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷും വന്നിട്ട് പറയുന്നത്, ഞാൻ എവിടെ നോക്കി വണ്ടി ഓടിക്കുന്നത്, ഞാൻ കറക്റ്റ് സൈഡിൽ തന്നെ നോക്കി വണ്ടി ഓടിച്ചത്, താനല്ലേ മാനത്ത് നോക്കിക്കൊണ്ട് വന്നത്, റോങ് സൈഡിൽ കയറി വന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ബഹളവും അടിപിടിയും ഒക്കെ ആവുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ ഇച്ചിരി കൊമ്പത്തെ പുള്ളി തന്നെയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിനക്ക് ഇത്ര അഹങ്കാരമൊന്നും പാടില്ല, എനിക്ക് എൻ്റെ വണ്ടി ശരിയാക്കി തരണം, എൻ്റെ ദേഹമൊക്കെ കണ്ടോ എന്ന് പറയുമ്പോൾ താൻ റോങ് സൈഡ് കയറി വന്നതിന് ഞാനിത് ചെയ്യാൻ മര്യാദയ്ക്ക് പോയിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേസിന് പോകും, താൻ അങ്ങോട്ട് കേസിന് പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊരു പോലീസ് കേസാകാൻ കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ് സുധീഷ്. പെട്ടെന്ന് തന്നെ അന്നേ ദിവസം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ പോകാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും നമ്മുടെ സുധീഷ് വിളിക്കുന്നത്. എന്നിട്ട് ചേട്ടാ എന്നെ പോലീസ് പിടിച്ചു, അതുപോലെ തന്നെ വണ്ടി ചെറുതായിട്ടും തട്ടി, പക്ഷേ എൻ്റെ സൈഡിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും പരിഭ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. ആ സമയത്ത് നമ്മുടെ നിധിയും പറയുന്നുണ്ട്, ഞാനും വരാനായിട്ടാ, എനിക്ക് ആകെ ടെൻഷനാവുന്നെന്ന് പറയണം. അങ്ങനെ നികേഷ് വരാൻ പോകുമ്പോൾ ഹരീഷ് പറഞ്ഞിട്ട്, വേണ്ട നിനക്ക് പോലീസ് സ്റ്റേഷൻ കാണുന്ന തന്നെ പേടിയല്ലേ, നീ വരണ്ട, ഞങ്ങൾ വേഗം പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയാനേ. അപ്പോൾ ഹരീഷ് പറഞ്ഞിട്ട്, ഏട്ടാ പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യം വരത്തില്ലേ, എൻ്റെ ഒരു 14,000 രൂപയുണ്ട്. അപ്പോൾ നമ്മുടെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ബാത്റൂം പണിയാൻ വെച്ചതും പിന്നെ അവൻ ബാത്റൂം പണിയാൻ വേണ്ടി തന്നതും ഒക്കെ ആയിട്ട് കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാലെന്ന് അതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് സുഭാഷും അതുപോലെ തന്നെ ഹരീഷും തങ്ങളുടെ കയ്യിലിരുന്ന പൈസയൊക്കെ എടുക്കാൻ കേട്ടോ. ഈ സമയത്ത് ഹരീഷ് പൈസ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സുധീഷ് കുറച്ച് പൈസ സുധീഷിൻ്റെ അലമാരിയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അതും കൂടെ ചേർത്തെടുത്തുകൊണ്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിധിയാണെങ്കിൽ നിധിയുടെ കയ്യിലുള്ള ബാലൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, വേണ്ട മോളെ, ഞങ്ങളുടെ ആവശ്യത്തിന് ക്യാഷ് ഇരിപ്പുണ്ട്, മോളിപ്പോൾ അതൊന്നും എടുക്കണ്ട, ജോലിക്ക് പോകുന്ന പെൺകുട്ടിയുടെ കയ്യിൽ എപ്പോഴും കുറച്ച് ക്യാഷ് ഇരിക്കുന്നത് നല്ലതാണ്, മോളത് എടുക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ പിന്നെ ഇവർ സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ. അപ്പം നമ്മുടെ പോലീസുകാരനാണെങ്കിൽ ആ ഇടിച്ച പുള്ളിയുടെ പക്ഷത്തായിരിക്കും കേട്ടോ, അവർ കയ്യാളായിരിക്കും. അപ്പോൾ ആ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സുധീഷിനെ
സുധീഷിനെ എതിർക്കുകയാണ് കേട്ടോ. അങ്ങനെ സുധീഷിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലോ, അതൊന്നും സമ്മതിക്കുന്നില്ല. അവിടെ കിടന്ന് ചൂടാകെ റേസ് ആകുകയൊക്കെ ചെയ്യുമ്പോൾ പോലീസുകാരൻ വെക്കിട്ടാണ് അവിടെ കയറുന്നതെന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടന്മാരും എല്ലാവരോടും ഒക്കെ ആയിട്ട് വന്നിട്ട് ഒത്തുതീർപ്പാക്കാൻ നോക്കുമ്പോൾ അതൊന്നും നടപടിയാവുന്നില്ല. ക്യാഷ് കൊടുത്താലേ മാറുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് ഈ നമ്മുടെ സുധീഷ് ഓടിക്കുന്ന വണ്ടിയുടെ യഥാർത്ഥ ഓണർ വരികയാണ് കേട്ടോ. ആ പുള്ളി ഒരു പാവമായിരിക്കെ. അങ്ങനെ പുള്ളി വന്നതിന് ശേഷം പോലീസുകാരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഒത്തുതീർപ്പാക്കി പോയപ്പോൾ കേസാക്കണ്ട എന്ന് പറയുമ്പോൾ കേസാക്കണം, അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ, അവൻ്റെ അഹങ്കാരം കൊണ്ട് ഇത് കേസാക്കുക തന്നെ വേണം എന്ന് പറയാനുണ്ടോ. അങ്ങനെ നിവൃത്തിയില്ലാതെ കേസാക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഒത്തുതീർപ്പിന് ശ്രമിക്കാം, ഒരു 50,000 രൂപ വേണമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരോടും പറയണം 50,000 രൂപയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അത്രയും രൂപയൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാണ്. പക്ഷേ അത് സമ്മതിക്കില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇത് കേസാക്കുമെന്ന് പറയാണ്. ഹരീഷിനെ വിളിച്ചിട്ട് നമ്മുടെ ജയിലിനകത്തായിരിക്കും കേട്ടോ സുധീഷ് ഹരീഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് നീ നിധിയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്, അവൾ ഇതൊക്കെ കണ്ട് പരിഭ്രമിക്കത്തില്ല, നീ എന്തിനാണ് വിളിച്ചുകൊണ്ട് വന്നത്, ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നാല, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏട്ടത്തി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാ, അതെ ഏട്ടനോട് നിങ്ങളുടെ കുശലം പറയാതെ ഇങ്ങോട്ടേക്ക് മാറിയെന്ന്, ഇതെന്തായി കാണിക്കുന്നത്, ഇതൊരു പോലീസ് സ്റ്റേഷൻ അല്ലാതെ ചന്തയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാൻ കേട്ടോ. അങ്ങനെ ഹരീഷ് പിന്നെ അവിടെ നിന്ന് മാറുകയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്യാണ്. ഈ സമയത്ത് പൈസയ്ക്ക് കുറച്ച് കുറവുണ്ടായിരിക്കും. അതാണെങ്കിൽ നമ്മുടെ സുധീഷിൻ്റെ ആ വണ്ടിയുടെ ഓണറാണെങ്കിൽ ആ പൈസ കൊടുക്കും കേട്ടോ. അങ്ങനെ ആ ക്യാഷ് ആണെങ്കിൽ വണ്ടിയുടെ ഓണർ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അത് ഒത്തുതീർപ്പാക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ സുധീഷാണെങ്കിൽ പിന്നെ തർക്കുത്തരം പറയുമ്പോൾ പോലീസുകാരന് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരൻ എല്ലാവരുടെ മുമ്പ് വെച്ച് അടിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അത് സുധീഷിന് ഭയങ്കര ദേഷ്യം വരികയാണ്. അങ്ങനെ സുധീഷിൻ്റെ ലൈസൻസ് മേടിച്ച് വെച്ചിട്ട് 1 മാസം കഴിഞ്ഞ് കൊടുക്കാമെന്നൊക്കെ പറയണം. അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം സുധീഷ് ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ്, നികേഷിനോടും സുഭാഷേട്ടനോടും എല്ലാവരോടും ഹരീഷിനോടും ഒക്കെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഹരീഷും സുധീഷും തമ്മിൽ വലിയ വഴക്കുണ്ടാകാൻ കേട്ടോ. നീ നോക്കി വണ്ടി ഓടിക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുകയാണ്. ഭാസ്കരനും ഇടയ്ക്ക് കയറി നിന്നിട്ട് സുധീഷിനെ സപ്പോർട്ട് പിടിച്ച് ഹരീഷിനെയും സുധീഷിനെയും കൂടെ അടിപിടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് നിധിയാണെങ്കിൽ അവസാനം ഒച്ച വെക്കാൻ കേട്ടോ, പാത്രമൊക്കെ എടുത്ത് എറിയുന്നുണ്ട് നിധി. അങ്ങനെ രണ്ടുപേരോടും അടങ്ങിയിരിക്കാൻ പറയാണ്ട് രണ്ടുപേരോടും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ, ദേഷ്യപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരോടും ഒച്ച വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഒച്ച ഇവിടെ ഉയർന്ന കേട്ടോ, നാട്ടുകാരിനി എല്ലാവരും കൂടെ നോക്കി ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ പറഞ്ഞിട്ട് ഹരീഷ് മോനെ നീ ഒന്ന് സമാധാനിക്ക്, അവനാണെങ്കിൽ എല്ലാവരുടെ മുൻപിൽ അടി കിട്ടിയതിൻ്റെ ആ ഒരു വിഷമമായിരിക്കും, നീ ഒന്നും പറയാതെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ.